കോഴിക്കോട് താമരശ്ശേരിയിൽ വിനോദയാത്രാ സംഘത്തിന് നേരെ ആക്രമണം. ചേലന്നൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് തടഞ്ഞു നിർത്തി യുവാക്കളുടെ സംഘം ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 4 പേർ പിടിയിലായി. അജ്മൽ, ഷാജഹാൻ, ആഷിഖ്, അബ്ദുൾ റസാഖ് എന്നിവരാണ് പിടിയിലായത്. മേഘ മാധവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മേഘ, ചേളന്നൂരാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്നായിരുന്നു ഈ സംഭവം ഉണ്ടായത്? നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ 4 പേർ മാത്രമാണോ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത്? എത്തുന്ന സംഘമാണ്. താമരശ്ശേരി ചുരം 3-ാം വളവിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. 42 പേരടങ്ങുന്ന വിനോദസഞ്ചാരികൾ, അവർ ചേളന്നൂർ സ്വദേശികളാണ്. അവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ടൂറിസ്റ്റ് ബസ് തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം. 5 പേരാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നാണ് ഇവർ പറയുന്നത്. കൈതപ്പൽ സ്വദേശിയായ 4 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അജ്മൽ, ഷാജഹാൻ, ആഷിഖ്, അബ്ദുൾ റസാഖ് എന്നീ 4 പേരെയാണ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. അതായത് വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെയാണ് ആക്രമിച്ചത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ബസ് യാത്രക്കാരുടെ മുണ്ട് ഉൾപ്പെടെ ഊരി കയ്യിൽ വെച്ചു എന്നതും പരാതിയിൽ പറയുന്നു. ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ഉൾപ്പെടെ വലിച്ചു നിലത്തിടുന്ന സാഹചര്യമുണ്ടായി. അസഭ്യം പറഞ്ഞു എന്നത് ഉൾപ്പെടെയുള്ളതാണ് ആ പരാതി. ഏതായാലും ഇതിൽ പരാതിക്കാരിയായ അശ്വിനിയുടെ ഫോൺ നിലവിൽ ലഭിച്ചിട്ടില്ല. ഈ ആളുകളുടെ കയ്യിലാണ് ഉള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിലേക്ക് യാത്ര പോയത്. നിസ്സാരമായ ഒരു കാര്യത്തിന് ടൂറിസ്റ്റ് ബസ് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് 11:15, അതായത് രാത്രി 11 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ആര്യ, ശരി, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്, അതിലേക്ക് കൂടി. ഞങ്ങൾ വയനാട് ടൂർ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ശനിയാഴ്ചയാണ് പോയത്. ഞായറാഴ്ച തിരിച്ച് വരുന്ന വഴിക്ക് ചുരം ഇറങ്ങുന്ന സമയത്ത് വേറൊരു വണ്ടിയായിട്ടൊരു ചെറിയൊരു സൈഡ് പറഞ്ഞ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിക്കാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ ഞങ്ങളെ പിറകെ വന്ന് ഒരാൾ വണ്ടിയിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്ത് എൻ്റെ ഫോണ് കൊണ്ടുപോവുകയും ചെയ്ത്. ഇതുവരെ കിട്ടിയില്ല. ഫോണും കൊണ്ട് എവിടെയാണുള്ളതെന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ കൂടുതലും മോൻ്റെ കാല് വലിക്കുകയും മോനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എന്താ പറയുക, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ബസ്സിൻ്റെ പുറത്തുനിന്നാണെങ്കിൽ അസഭ്യങ്ങൾ വിളിച്ചു പറയുകയും ഞങ്ങളെ കൂടുതൽ 2 പേരെ മുണ്ടൂരി കൈമ പിടിച്ചിട്ട്, അതും വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, വീഡിയോ ഉണ്ട്. അപ്പോൾ 2 പേരെ മുണ്ടൂരി കൈമ പിടിച്ചിങ്ങാഞ്ഞ് പുറത്തുള്ള നിൽക്കുന്നതും, പിന്നെ അതിൽ പുറത്തുള്ള ആൾക്കാരാണ് മോൻ്റെ കാല് പുറത്തേക്ക് വലിച്ചതും പോലീസ് പരാതി കൊടുക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിലാണ് വിനോദയാത്രാ സംഘത്തിന് നേരെ ഇത്തരത്തിൽ ആക്രമണമുണ്ടായത്. ചേളന്നൂർ സ്വദേശികൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. എന്തായാലും സംഭവത്തിൽ 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.